നമസ്കാരം. കഴിഞ്ഞ 7-ാം തീയതി ഈ പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും കൂടി ഒരു കരാർ ഉണ്ടാക്കിയത് നമുക്കറിയാമല്ലോ. മക്ക കരാർ എന്ന് പറയും. അതിനെ ഇസ്ലാമിക് നാറ്റോ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ബംഗ്ലാദേശും അതിൽ ചേരാൻ പദ്ധതി ഇടുന്നതായിട്ട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതെന്തു ആയിക്കോട്ടെ, അതായി അവരുടെ പാടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ചില വലിയ നീക്കങ്ങൾ നടത്തുന്നതായിട്ട് നമുക്കൊരു സൂചന കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് തുർക്കിയിൽ നിന്ന് ആധുനിക ഡ്രോണുകളും നിരീക്ഷണ സംവിധാനങ്ങളും ചൈനയിൽ നിന്ന് അത്യന്താധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും അല്ലെങ്കിൽ കപ്പലുകളും സബ്മറൈനുകളും അടക്കം പാകിസ്ഥാൻ സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ഏകദേശ കണക്കുകൂട്ടൽ. കാരണം സൗദി അറേബ്യയുടെ കയ്യിൽ നല്ല പൂത്ത കാശുണ്ട്. പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, ആ പൈസ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയിട്ട് ആ പൈസ ഉപയോഗിച്ച് ഇത്തരം ആയുധങ്ങൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഏകദേശം ഒരു ധാരണ എത്തിയിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് കരുതിയില്ല. കാരണം ഈ കരാർ ഒപ്പിട്ട് തൊട്ടു പിന്നാലെ കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് ഒരു 60 മണിക്കൂറിനുള്ളിൽ ചൈനീസ് തുർക്കിഷ് സൈനിക ചരക്ക് വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങളിൽ തുടർച്ചയായിട്ട് എത്തി. അപ്പോൾ ഇവർ വന്നത് ചായ പിടിക്കാൻ വന്നൊന്നും ആയിരിക്കില്ലല്ലോ, കാര്യമായ എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ തുർക്കി വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോഡ് നമ്പർ സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. TUAF 526 അതാണ് ആ വിമാനത്തിൻ്റെ കോൾ സൈൻ. അപ്പോൾ ഈ വിമാനവും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന വിശദീകരണം, ഞങ്ങൾ ഇവിടെ വന്നത് മറ്റേ പെട്രോൾ നിറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഇന്ധനം തീർന്നുപോയി, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ളതാണ് തുർക്കി വിശദീകരിക്കുന്നത്. പക്ഷേ ഇതേ തുർക്കി തന്നെ മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇതേപോലെ ഇന്ധനം നിറയ്ക്കാൻ വന്നിട്ട് പോയവരാണ്. പക്ഷേ തൊട്ടു പിന്നാലെ ഇന്ത്യൻ അതിർത്തി കടന്നു വന്ന ഡ്രോണുകൾ വെടിവെച്ചിട്ടപ്പോൾ അത് മേഡ് ഇൻ തുർക്കി ആയിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തുർക്കി ഇതുവരെ വിശദീകരിക്കുന്നുമില്ല. എന്തു ആയിക്കോട്ടെ, ഏതായാലും റാവൽപിണ്ടിക്ക് സമീപമുള്ള നൂർഖാൻ എന്ന് പറയുന്ന വ്യോമതാവളം, അതേപോലെ കറാച്ചിയിലെ മസ്റൂർ എന്ന് പറയുന്ന മറ്റൊരു തന്ത്രപ്രധാന വ്യോമതാവളം, ഇവിടെയാണ് ചൈനീസ് വിമാനങ്ങൾ ഇറങ്ങിയതെന്ന് സ്ഥിരീകരണം കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഈ അതിർത്തിയിലെ പുതിയ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഈ അത്യന്താധുനിക ഡ്രോണുകൾ അല്ലെങ്കിൽ ലക്ഷ്യം തെറ്റാത്തുള്ള മിസൈലുകൾ, വിമാനങ്ങളുടെ സ്പെയർ പാർട്സുകൾ എന്നിവ പാകിസ്ഥാന് കൈമാറാനാണ് ഈ വിമാനങ്ങൾ എത്തിയതെന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ വിദഗ്ധരുടെ അല്ലെങ്കിൽ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇതിനു പുറമെ ഈ ഈജിപ്തിൽ ഇപ്പോൾ ഒരു വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അത് സിവിലൈസേഷൻ ഈഗിൾസ് 2026 എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാനായിട്ടുള്ള ചൈനയുടെ വിമാനങ്ങൾ പറയുകയാണെങ്കിൽ 2 Y-20 വിമാനവും 6 J-16 യുദ്ധവിമാനങ്ങളും ഇപ്പോൾ കറാച്ചി വ്യോമതാവളം അവരുടെ ഒരു ബേസ് ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് നിർമ്മിത വിമാനമായ J-10CE ആ വിമാനങ്ങൾക്ക് തകരാറ് പറ്റി അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് നന്നാക്കാനായിട്ട് വന്ന വിദഗ്ധരും അവിടെ തമ്പടിക്കുന്നതായിട്ടും ഉള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇത്തരം പരിപാടിയൊക്കെ അവിടെ നടന്നിട്ട് നമ്മുടെ ഇന്ത്യ അതിൽ വിദേശകാര്യ മന്ത്രാലയമോ പ്രതിരോധ മന്ത്രാലയമോ ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ നമ്മുടെ പ്രതിരോധ സുരക്ഷാ ഏജൻസികൾ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. അതേപോലെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചൈനീസ് തുർക്കിഷ് ചരക്ക് വിമാനങ്ങൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന വ്യോമതാവളങ്ങളിൽ നിരന്തരം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനവും നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാനായിട്ട് നമ്മുടെ സുരക്ഷാ സേനയ്ക്കും അതേപോലെ വ്യോമസേനയ്ക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് പാകിസ്ഥാന് അവരുടെ സൈനിക ശക്തിയിൽ വലിയ നാശനഷ്ടമുണ്ടായി. അവരുടെ ആയുധ സംഭരണശാലകൾ, അവരുടെ വ്യോമതാവളങ്ങളടക്കം തകരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഈ തീർന്നുപോയ ആയുധശേഖരം പുനഃസ്ഥാപിക്കാൻ അതുവഴി ഇന്ത്യക്കെതിരെ രണ്ടാമതൊരു പോരാട്ടത്തിന് ഇവർ ഒരുങ്ങുകയാണോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്താണ് ഇപ്പോൾ ഇത്രയും ആയുധങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇന്ത്യയുടെ ആണവായുധ ശേഷി അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള സൈനിക ശേഷി വർദ്ധിക്കുന്നതും പാകിസ്ഥാനെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ പ്രഖ്യാപിത നയമുണ്ടല്ലോ, നമ്മുടെ ആണവായുധ നയം. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആ നയത്തിൽ നമ്മളിപ്പോൾ ഒരു ഭേദഗതി വരുത്തി. ഏതൊരു അടിയന്തര സാഹചര്യവും ഉണ്ടായാലും ആണവായുധം പ്രയോഗിക്കാത്ത തരത്തിൽ നമ്മുടെ മിസൈലുകളിൽ ഇപ്പോൾ ആണവ പോർമുനകൾ ഘടിപ്പിച്ച് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കൂടാതെ
പാകിസ്ഥാനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ സൈനിക കരുത്ത് അതിൻ്റെ 10 മടങ്ങ് ശക്തിയാണ്, അംഗബലമായാലും ശരി ആയുധബലമായാലും ശരി. അപ്പോൾ ഇതെല്ലാം തന്നെ പാകിസ്ഥാനെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ചൈന അല്ലെങ്കിൽ തുർക്കിയെയൊക്കെ ആശ്രയിച്ച് മിസൈലുകളോ ഡ്രോണുകളോ ആണവായുധ വിന്യാസ സംവിധാനങ്ങളോ ഒക്കെ സജ്ജീകരിക്കാനായിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടപടി എടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ അതിർത്തിയിൽ അത്യന്താധുനിക ചൈനീസ് തുർക്കിഷ് ആയുധങ്ങളും ഇപ്പോൾ അവർ വിന്യസിക്കുന്നുണ്ട്. ഇപ്പോൾ പീരങ്കി വ്യൂഹം നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈനീസ് നിർമ്മിതമായ SH-15 എന്ന് പറയുന്ന ഒരു 250-ലധികം ടാങ്കുകളാണ് പാകിസ്ഥാൻ സജ്ജീകരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ടാങ്കുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് വളരെ കൃത്യതയോടെ വേഗതയോടെ വെടിയുതിർക്കുന്നതിനോടൊപ്പം തന്നെ അതിനുശേഷം ഇത് ട്രക്കുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പീരങ്കികളാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും സാധിക്കും. അപ്പോൾ ഇന്ത്യ ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതോടൊപ്പം നിരീക്ഷണത്തിനും വേണമെങ്കിൽ ആക്രമണം നടത്തുന്നതിനും സജ്ജമായിട്ടുള്ള ചൈനീസ് ഡ്രോണുകളും അതിർത്തിയിൽ സജ്ജമാക്കുന്നതായിട്ട് വിവരങ്ങളുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് ആക്രമണം മാത്രമല്ല, നിരീക്ഷണം മാത്രമല്ല പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭീകര താവളങ്ങളിലേക്ക് വേണ്ട ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഇനി മയക്കുമരുന്ന് കടത്തിനു പോലും ഈ ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ വൻതോതിൽ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് വിവരമുണ്ട്, തെളിവുകളുണ്ട്. കൂടാതെ ഈ തുർക്കിയുടെ മുമ്പ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് തുർക്കിയിൽ നിന്ന് അവരെത്തിച്ച ബൈറക്ടർ എന്ന് പറയുന്ന ഡ്രോൺ, അതേപോലെ കാമിക്കാസെ ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ ഡ്രോണുകൾ, നേരെ പോയി അവിടെ സ്ഫോടനം നടത്തി അവിടെ പൊട്ടിത്തെറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഡ്രോണുകൾ, ആ രീതിയിലുള്ള ഡ്രോണുകളും പാകിസ്ഥാൻ ഇപ്പോൾ വലിയ രീതിയിൽ വാങ്ങുന്നതായിട്ട് അല്ലെങ്കിൽ ആ ഡ്രോണുകൾ വിന്യസിക്കുന്നതായിട്ട് ഉള്ള വിവരമുണ്ട്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഈ സംഘർഷങ്ങൾ നമുക്കറിയാവുന്നൊരു സാഹചര്യമാണ്. ഇത് കൂടാതെ മറ്റ് ചില പ്രശ്നങ്ങളും പാകിസ്ഥാനെ ആയുധങ്ങൾ വാങ്ങുന്നതിന് നിർബന്ധിതമാക്കുന്നുണ്ട്. അത് ഈ ബലൂചിസ്ഥാനിലുള്ള സംഘർഷം, പാക് അധീന കാശ്മീരിലുള്ള പ്രശ്നം, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള നിലവിലെ പ്രശ്നങ്ങൾ, അവിടെ സൈനിക സംഘർഷങ്ങൾ എന്നതിലുമുപരി ഭീകരാക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ രാജ്യത്തിനകത്ത് തന്നെയുള്ള ഈ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി തന്നെ പാകിസ്ഥാന്റെ സൈനിക ശേഷിയും ആയുധശേഷിയും വല്ലാണ്ട് തീർന്നുപോയ ഒരവസ്ഥയുണ്ട്. അതിനിടയിലാണ് അല്ലെങ്കിൽ അതിനോടൊപ്പമാണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബ്രഹ്മോസ് മിസൈലുകൾ ആവുന്നത് അവിടെ ചെയ്തിട്ട് ഇങ്ങ് പോകുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പരമാവധി കിട്ടുന്നിടത്തു നിന്നൊക്കെ കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും പരമാവധി ആയുധങ്ങൾ സംഭരിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പോൾ ആയുധശേഷിയിലോ അംഗബലത്തിലോ പാകിസ്ഥാൻ ഇന്ത്യക്കൊരു വെല്ലുവിളി അല്ല എന്നുള്ളത് നമുക്കും ലോകരാജ്യങ്ങൾക്കും എല്ലാം തന്നെ അറിയാവുന്നതാണ്. പക്ഷേ 1-2 ദിവസത്തേക്ക് നമ്മളെ ചെറുതായിട്ടെങ്കിലും ഒന്ന് അസ്വസ്ഥപ്പെടുത്താൻ പാകിസ്ഥാന് സാധിച്ചേക്കും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ജാഗ്രതാപൂർവമായ വളരെ സൂക്ഷ്മമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ ഇപ്പോൾ ഈ കാര്യങ്ങളിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്.